Hi dears, welcome to A Plus Notebook Standard 9 Social Science Second in ഫിഫ്ത്ത് ചാപ്റ്ററായ ഓഷൻ ആൻഡ് മാൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂവ്മെന്റ്സ് ഓഫ് സീ വാട്ടർ ആണ് ഡിസ്കസ് ചെയ്തത്. 3 ടൈപ്സ് ഓഫ് സീ വാട്ടർ മൂവ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വേവ്സ്, ടൈഡ്സ്, ഓഷൻ കറൻസ്. അതിലെ വേവ്സിനെ പറ്റിയും ടൈഡ്സിനെ പറ്റിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഷൻ കറൻസിനെ പറ്റിയാണ്. വാട്ട് ആർ ഓഷ്യൻ കറൻസ്? എന്താണ് ഓഷ്യൻ കറൻസ്? ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള തുടർച്ചയായ സമുദ്രജലത്തിന്റെ പ്രവാഹത്തെയാണ് നമ്മൾ ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. വാട്ട് ആർ ഓഷ്യൻ കറൻസ്? ഓഷ്യൻ കറൻസ് ആർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സീ വാട്ടർ ഫ്രം വൺ ഡയറക്ഷൻ ടു അനദർ. ഓഷ്യൻ കറൻസ് രണ്ട് തരമുണ്ട്, വാം കറൻസ് ആൻഡ് കോൾഡ് കറൻസ്. വാം കറൻസ് എന്ന് പറഞ്ഞാൽ ഉഷ്ണജല പ്രവാഹങ്ങൾ, കോൾഡ് കറൻസ് ശീതജല പ്രവാഹങ്ങൾ. അപ്പൊ രണ്ട് തരം ഓഷ്യൻ കറൻസ് ആണുള്ളത്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ വാം കറൻസ് എന്ന് പറയുന്നത്. വാം കറൻസ് ആർ ദ കറന്റ് ദാറ്റ് ഫ്ലോ ഫ്രം ദ ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയൻ ടുവേർഡ്സ് ദ പോളാർ ഓർ സബ് പോളാർ റീജിയൻസ്. അപ്പൊ എന്തായിരിക്കും കോൾഡ് കറൻസ്? ഇപ്പോൾ വാം കറൻസ് നമ്മൾ പറഞ്ഞു ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് പോളാർ സബ് പോളാർ റീജിയനിലേക്ക് ഒഴുകുന്നതാണ്. നേരെ തിരിച്ച് പോളാർ അല്ലെങ്കിൽ സബ് പോളാർ റീജിയനിൽ നിന്ന് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് ഒഴുകുന്ന കറൻസ് ആണ് കോൾഡ് കറൻസ്. അതായത് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് ശീതജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ കോൾഡ് കറൻസ് എന്ന് അറിയപ്പെടുന്നത്. കോൾഡ് കറൻസ് ആർ ദ കറൻസ് ദാറ്റ് ഫ്ലോ ഇൻ ഫ്രം ദ പോളാർ ഓർ സബ് പോളാർ റീജിയൻ ടുവേർഡ്സ് ദ ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. ഓരോ സമുദ്രത്തിന്റെയും സലൈനിറ്റിയിലും ടെമ്പറേച്ചറിലും ഒക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ വ്യത്യാസം സമുദ്രജലത്തിന്റെ ഡെൻസിറ്റിയുടെ വ്യത്യാസത്തിന് കാരണമാകുന്നു. ഓഷ്യൻ കറൻസിന് കാരണമാകുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് ഈ സമുദ്രജലത്തിന്റെ ഡെൻസിറ്റിയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. The temperature and salinity of sea water varies from ocean to ocean. This difference leads to density difference in sea water. The difference in density is one of the factors that cause ocean currents. അപ്പം ഓഷ്യൻ കറൻസ് ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു ഫാക്ടറാണ് ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കറൻസ് ഓഫ് ദ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലെ ജലപ്രവാഹങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗർ യൂസ് ചെയ്തുകൊണ്ട് പസഫിക് ഓഷ്യനിലെ വാം കറൻസും കോൾഡ് കറൻസും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പസഫിക് ഓഷ്യനിലെ വാം കറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ്, ഇക്വറ്റോറിയൽ കൗണ്ടർ കറന്റ്, സൗത്ത് ഇക്വറ്റോറിയൽ കറന്റ്, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്, കുറോഷ്യോ കറന്റ്, നോർത്ത് പസഫിക് കറന്റ്, ബ്രിട്ടീഷ് കൊളംബിയ കറന്റ്. അടുത്തത് കോൾഡ് കറൻസ് ആണ്. കാലിഫോർണിയ കറന്റ്, പെറു കറൻസ്, വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, ഒയാഷിയോ കറൻസ്. അടുത്ത നമുക്ക് നൽകിയിരിക്കുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ കറൻസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് ദ വാം ആൻഡ് കോൾഡ് കറൻസ് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനിലെ വാം കോൾഡ് കറൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഐഡന്റിഫൈ ദ കോണ്ടിനെന്റ്സ് നിയർ വിച്ച് ദേ ഫ്ലോ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. ഇവ ഓരോന്നും ഒഴുകുന്ന ഏതൊക്കെ വൻകരകളുടെ സമീപത്തു കൂടിയാണെന്നും തിരിച്ചറിയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വാം കറൻസ് നോക്കാം. നോർത്ത് അറ്റ്ലാന്റിക് കറന്റ്, കോണ്ടിനെന്റ് നിയർ വിച്ച് ദേ ഫ്ലോ യൂറോപ്പ് ആണ്. ഗൾഫ് സ്ട്രീം നോർത്ത് അമേരിക്കയുടെ അടുത്തൂടെയാണ് അത് ഒഴുകുന്നത്. ഫ്ലോറിഡ കറന്റ് നോർത്ത് അമേരിക്ക. നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ് സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. സൗത്ത് അമേരിക്കയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിലൂടെയാണ് നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ് ഒഴുകുന്നത്. ഇക്വറ്റോറിയൽ കൗണ്ടർ കറന്റ്സ് സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. സൗത്ത് ഇക്വറ്റോറിയൽ കറന്റ് സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക. ബ്രസീലിയൻ കറന്റ് സൗത്ത് അമേരിക്ക. അടുത്തതായിട്ട് കോൾഡ് കറൻസ് ആണ്. അടുത്തത് ഇന്ത്യൻ ഓഷ്യനിലെ കറൻസ് ആണ് നമുക്കിവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ബേസ്ഡ് ഓൺ ദ കറൻസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിലെ കറൻസിനെ അടിസ്ഥാനമാക്കി നൽകിയിരിക്കുന്ന ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് കറൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കറൻസ് ഏതൊക്കെയാണ്?
സൗത്ത് വെസ്റ്റ് മൺസൂൺ കറണ്ട് ഉണ്ട്, സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഉണ്ട്, അഗുൽഹാസ് കറണ്ട് ഉണ്ട്. ഇതൊക്കെ വാം കറണ്ട് ആണ്. പിന്നെ കോൾഡ് കറണ്ട് ഇവിടെ നമുക്ക് വരുന്നത് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ടും വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, ഇത് രണ്ടും കോൾഡ് കറണ്ട് ആണ്. അപ്പൊ നമുക്ക് ഈ ആരോയിൽ നിന്ന് അത് വാം കറണ്ട് ആണോ കോൾഡ് കറണ്ട് ആണോ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഫസ്റ്റ് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് വാം കറണ്ട് ആണ്. ഇറ്റ് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. നെക്സ്റ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ കറണ്ട് വാം കറണ്ട് ആണ്, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അഗുൽഹാസ് കറണ്ട് വാം കറണ്ട് ആണ്, ഫ്രം നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. നെക്സ്റ്റ് വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്, അത് കോൾഡ് കറണ്ട് ആണ്, സൗത്ത് ടു നോർത്ത് ഡയറക്ഷൻ ആണ്. ഫൈനലി വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, അതും കോൾഡ് കറണ്ട് ആണ്, ഡയറക്ഷൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസ്? സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻസ്. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കാൻ ഈ ഓഷ്യൻ കറൻസിന് സാധിക്കും. Fog develops in the regions where warm and cold currents meet. വാം കറൻസും കോൾഡ് കറൻസും സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നു. The region where the warm and cold currents meet provide favorable condition for the growth of fish. അതേപോലെ തന്നെ വാം കറണ്ടും കോൾഡ് കറണ്ടും മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് ഗ്രാൻഡ് ബാങ്ക്സ്. The Grand Banks are among the major fishing ground in the world. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഷോർസ് ഓഫ് ന്യൂ ഫൗണ്ട്ലാൻഡ് ടു ദ ഈസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. As it is the meeting place of the warm Gulf Stream current and the cold Labrador current, it provides suitable condition for the growth of planktons, which in turn attracts fishes of many kinds. വാം കറണ്ടായ ഗൾഫ് സ്ട്രീം കറണ്ടും കോൾഡ് കറണ്ടായ ലാബ്രഡോർ കറണ്ടും സന്ധിക്കുന്ന ഈ പ്രദേശത്ത് മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുന്നു. ഇത് കൂടാതെ ലാബ്രഡോർ കറണ്ട് മത്സ്യാഹാരമായ പ്ലാങ്ക്ടൻസിന്റെ വളർച്ചയ്ക്ക് സഹായകമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയാണ് ഗ്രാൻഡ് ബാങ്ക്. ലോകത്തിലെ മേജർ ഫിഷിംഗ് ഗ്രൗണ്ട് ആണ് ഗ്രാൻഡ് ബാങ്ക്സ്. അടുത്തത് ക്ലൈമറ്റ്. ഓഷ്യൻസ് ഹാവ് എ ഡിസിസീവ് റോൾ ഇൻ കൺട്രോളിംഗ് ദ ക്ലൈമറ്റ് അലോങ് ദ കോസ്റ്റൽ റീജിയൻ സബ്സ്റ്റാൻഷിയേറ്റ്. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സമുദ്രങ്ങൾ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇത് വിശദമാക്കാനാണ് പറയുന്നത്. The sea breeze during the day and the land breeze in the night regulate the temperature over the coast. പകൽ സമയത്ത് വീശുന്ന കടൽ കാറ്റും രാത്രി സമയങ്ങളിലെ കരക്കാറ്റും തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നു. Oceans play a part in the formation of weather phenomena like rain, wind and cyclones. മഴ, കാറ്റ്, ചക്രവാതം പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിലും സമുദ്രങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ജനറലി ദ കോസ്റ്റൽ റീജിയൻസ് ഹാവ് മോഡറേറ്റ് ക്ലൈമറ്റ്. പൊതുവെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. വേറസ് സിവിയർ സമ്മർ ആൻഡ് വിന്റർ പ്രിവൈൽ ഇൻ റീജിയൻസ് എവേ ഫ്രം ദ സീ. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലെയുള്ള പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും വളരെയധികം കഠിനമായിരിക്കും. മിനറൽ ഡെപ്പോസിറ്റ്സ്. Most of the minerals found on land are also found in the oceans. കരയിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക മിനറൽസും സമുദ്രത്തിലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ മിനറൽസ് ഫൗണ്ട് ഇൻ ഓഷ്യൻസ്? കോമൺ സോൾട്ട്, അതായത് കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ്, അയൺ ഓർ, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എക്സെട്ര. മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 1974 പെട്രോളിയവും പ്രകൃതിവാതകവും ഖനനം ചെയ്യാൻ ആരംഭിച്ച എണ്ണപ്പാടത്തെയാണ് മുംബൈ ഹൈ എന്നറിയപ്പെടുന്നത്. Extraction of petroleum and natural gas from the oil field in the Arabian Sea about 162 km to the west of Mumbai shore started in 1974. This oil field is known as Mumbai High. Next, how waves and tides are used for the generation of electric power. വേവ്സും ടൈഡ്സും യൂസ് ചെയ്ത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തീരത്ത് ആഞ്ഞടിക്കുന്ന അതിശക്തമായ തിരമാലകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കുന്നു. ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നു.
സമുദ്രതീരങ്ങളിൽ സമുദ്രജലം സംഭരിക്കാൻ റിസർവോയറുകൾ നിർമ്മിക്കുന്നു. ശക്തമായ വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം ഈ ജലസംഭരണിയിൽ പ്രവേശിക്കുകയും വേലിയിറക്ക സമയത്ത് സംഭരണികളിൽ ശേഖരിച്ചിട്ടുള്ള ജലം തുറന്നുവിടുകയും ചെയ്യുന്നു. വേലിയേറ്റ സമയത്ത് അകത്തേക്കും വേലിയിറക്ക സമയത്ത് പുറത്തേക്കും ജലം ശക്തമായി നീങ്ങുന്നതിന്റെ ഫലമായി ടർബൈനുകൾ കറങ്ങുന്നു. ഇതുവഴി വൈദ്യുതി ഉൽപാദനം സാധ്യമാകുന്നു. The waves that strike the turbine on the shore produce electricity by turning them. Sometimes reservoirs are constructed for storing seawater. Seawater that enters the reservoir at high tides is released during low tide. The turbine moves at both instants and electricity is generated. അടുത്തതായിട്ട് ഓഷൻ ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് മത്സ്യം എന്ന് പറയുന്നത്. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ, പെറു, ചൈന, നോർവ, അമേരിക്കൻ ഐക്യനാടുകൾ തുടങ്ങിയവ. കൂടാതെ തന്നെ കടലിലെ സസ്യജന്തുജാലങ്ങൾ നിരവധി ഔഷധങ്ങളുടെ സ്രോതസ് കൂടിയാണ്. ആന്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ, വൈറ്റമിനുകൾ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സമുദ്രജലത്തിലെ സസ്യജന്തുജാലങ്ങളെ ഉപയോഗിക്കാറുണ്ട്. പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിനും ഇവ പ്രയോജനപ്പെടുത്തുന്നു. ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഐറ്റം ഓഫ് ഫുഡ്. ജപ്പാൻ, പെറു, ചൈന, നോർവേ ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആർ ദ ലീഡിംഗ് ഫിഷിംഗ് നേഷൻസ്. Marine organisms are the source of many medicines. They are used for the production of antibiotics, steroids and vitamins. Name the leading fishing nations. മത്സ്യബന്ധനത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജപ്പാൻ, പെറു, ചൈന, നോർവേ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. മറൈൻ ഓർഗാനിസംസ് ആർ ദ സോഴ്സ് ഓഫ് മെനി മെഡിസിൻസ്. ഗീവ് എക്സാമ്പിൾ. പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിന് നമ്മൾ മറൈൻ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാറുണ്ട്. ആന്റിബയോട്ടിക്സ്, സ്റ്റിറോയിഡ്സ്, വൈറ്റമിൻസ് എന്നിവയുടെ ഉൽപാദനത്തിനായിട്ടാണ് നമ്മൾ മറൈൻ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നത്. വിച്ച് ആർ ദ മെത്തേഡ് ടു പ്യൂരിഫൈ സീ വാട്ടർ. അപ്പൊ നമ്മൾ പറഞ്ഞു കടൽ വെള്ളത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ സലൈനിറ്റി, ലവണത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ സലൈനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് സീ വാട്ടർ കുടിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ സീ വാട്ടർ ശുദ്ധീകരിച്ചാൽ നമുക്കതിനെ കുടിവെള്ളമാക്കാൻ സാധിക്കും. എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതെന്ന് നോക്കാം. മെത്തേഡ്സ് ടു പ്യൂരിഫൈ സീ വാട്ടർ. കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഇത്തരം ശുദ്ധീകരണം നടത്തുന്നത്. ഒന്നാമത്തത് സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബ്രാക്കിഷ് വാട്ടർ. ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കുന്നു. ഡിസ്റ്റിലേഷൻ, ഇവാപറേഷൻ ആൻഡ് കണ്ടൻസേഷൻ എന്നീ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ലവണജലത്തിൽ നിന്ന് വാട്ടറിനെ വേർതിരിച്ചെടുക്കുന്നത്. അടുത്തതായിട്ട് സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം ബ്രാക്കിഷ് വാട്ടർ. ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിച്ചെടുക്കുന്നത് ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസിലൂടെയാണ് ഇത്തരം പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പം രണ്ട് രീതിയിലാണ് നമ്മൾ സീ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്. ഒന്ന്, ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അത് ഡിസ്റ്റിലേഷൻ, ഇവാപറേഷൻ, കണ്ടൻസേഷൻ വഴിയാണ്. നെക്സ്റ്റ്, ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അത് ഇലക്ട്രോ ഡയാലിസിസും റിവേഴ്സ് ഓസ്മോസിസും വഴിയാണ്. The ocean water is purified through distillation in some places in India. ഇന്ത്യയിലെ ചിലയിടങ്ങളിൽ സമുദ്രജലം ഡിസ്റ്റിലേഷൻ മാർഗം ഉപയോഗിച്ച് ശുദ്ധീകരിക്കാറുണ്ട്. The people of Lakshadweep use water obtained through this process. ഇത്തരത്തിൽ ശുദ്ധീകരിച്ച കടൽവെള്ളമാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. Oceans are useful to man in different ways. List them. പല തരത്തിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നതാണ് സമുദ്രങ്ങൾ. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Provide several job opportunities in various sectors like fishing, its processing and marketing. ഒന്നാമത്തെന്ന് പറയുന്നത് മത്സ്യബന്ധനം, മത്സ്യ സംസ്കരണം, മത്സ്യ വിപണനം പോലുള്ള മേഖലകളിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നു. പോസിബിലിറ്റീസ് ഫോർ ടൂറിസം. മറ്റൊന്നാണ് വിനോദസഞ്ചാര സാധ്യതകൾ. Ocean transport is ideal for the transportation of heavy goods at cheaper rate from one continent to another. ഭാരമേറിയ വസ്തുക്കൾ ചെലവ് കുറഞ്ഞ മാർഗത്തിലൂടെ വൻകരകളിൽ നിന്നും വൻകരകളിലേക്ക് കൊണ്ടുപോകാൻ സമുദ്ര ഗതാഗതം പ്രയോജനപ്രദമാണ്. റെഗുലേറ്റ് ടെമ്പറേച്ചർ ഓർ ക്ലൈമറ്റ്. ടെമ്പറേച്ചർ ആൻഡ് ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിൽ സഹായകമാണ്. നെക്സ്റ്റ്, മിനറൽ ഡെപ്പോസിറ്റ്സ്. കോള്, പെട്രോള്, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ അനേകം മിനറൽസിന്റെ ഡെപ്പോസിറ്റ് സമുദ്രങ്ങളിലുണ്ട്. പവർ ജനറേഷൻ. വേവ്സും ടൈഡ്സും ഉപയോഗിച്ച് നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. സോഴ്സ് ഓഫ് ഫുഡ് ആൻഡ് മെഡിസിൻ.
പിന്നെന്താണ്? ഫുഡിൻ്റെയും മെഡിസിൻസിൻ്റെയും ഒരു ഉറവിടമാണ് സമുദ്രങ്ങൾ. ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ, കടൽ വെള്ളം ശുദ്ധീകരിച്ച് നമുക്ക് കുടിവെള്ളം ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഇതിലെ ലെറ്റേഴ്സ് ആസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.